ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യമാണ്. അവൻ്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. സാധാരണ നടക്കുന്ന ഒരു ഉപദേശം പോലെയല്ല, അതുവരെ അവർ കേട്ടുവന്ന ഒരു ഉപദേശം പോലെയല്ല, അധികാരമുള്ള ഒരു ഉപദേശം ജനം കേട്ടപ്പോൾ ആ ഉപദേശത്തിൽ അവരെ വിസ്മയിച്ചു. ഇത് കർത്താവ് യേശുക്രിസ്തു ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനം അത് പ്രത്യേകമായിട്ട് കാണുകയുണ്ടായി. അവൻ്റെ വചനത്തിന്മേൽ ഒരു അധികാരമുണ്ടായിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുകയാണ്, അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല. ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ശാസ്ത്രിമാർ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. അതുപോലെ തന്നെ പരീക്ഷന്മാർ. അപ്പോൾ ശാസ്ത്രിമാർ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ അവർ ആ വചനം പറയുമ്പോൾ അതിൽ ഇല്ലാത്ത ഒരു കാര്യം യേശു പറയുമ്പോൾ ഉണ്ടായിരുന്നു. യേശു അധികാരമുള്ളവനായിട്ട് വചനം സംസാരിച്ചു. അപ്പം നമുക്ക് അധികാരമുള്ളവനായിട്ട് വചനം പറയുവാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ പഠിച്ച് വചനം പറയുവാനായിട്ട് സാധിക്കും. അധികാരമുള്ളവനായിട്ട് ചെയ്യുന്ന ശുശ്രൂഷയും പഠിച്ച് അല്ലെങ്കിൽ അധികാരമില്ലാത്തതായിട്ട് ചെയ്യുന്ന ശുശ്രൂഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യേശു കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷയിൽ അധികാരമുണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു വാക്യം കൂടി വായിക്കാം. അതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നും നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. യേശു കർത്താവ് സംസാരിക്കുമ്പോൾ അവൻ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട് എന്ന് കാണിക്കുവാൻ പാപം മൂലം പക്ഷപാതം പിടിച്ച ഒരു രോഗിയോട് അവൻ പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കെടുത്തുന്നൊരു വീട്ടിൽ പോവുക. അവിടെ പറയുന്നുണ്ട്, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യന് അധികാരമുണ്ട്. പാപം മൂലമാണ് അവന് ആ ഒരു പക്ഷപാത രോഗമുണ്ടായത്. ഇപ്പോൾ ദൈവം അവനോട് കൽപ്പിക്കുകയാണ്, യേശു അവനോട് കമാൻഡ് ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് കിടക്കെടുത്തുന്നതിൻ്റെ വീട്ടിൽ പോവുക. അപ്പോൾ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത അതുവരെയുള്ള പരീക്ഷന്മാരിലോ ശാസ്ത്രിമാരിലോ അത് ഉണ്ടായിരുന്നില്ല. അവർ പഠിപ്പിക്കുമായിരുന്നു, എന്നാൽ ആ വചനത്തിലുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും അതിലടങ്ങിയിരിക്കുന്ന ശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയില്ലാത്ത അനേക ശുശ്രൂഷകന്മാരെ നമുക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമ കാലഘട്ടത്തിലെ ശാസ്ത്രിമാരെ പോലെ, പഴയ നിയമ കാലഘട്ടത്തിലെ പരീക്ഷന്മാരെ പോലെ ദൈവവചനത്തിൻ്റെ ശക്തിയില്ലാത്ത, അതിലടങ്ങിയിരിക്കുന്ന ആ വെളിപ്പാടുകൾ ശക്തിയില്ലാത്ത അനേക ശുശ്രൂഷകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് എങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷയിലെല്ലാം അവൻ പറയുന്ന വാക്കുകളിലെല്ലാം അധികാരമുണ്ടായിരുന്നു. അധികാരത്തോടു കൂടി ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നതും അധികാരമില്ലാത്തവനായിട്ട് ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവം തരാതെ നമുക്ക് ഈ അധികാരം ഉപയോഗിക്കുവാനായിട്ട് കഴിയില്ല. ആരാണ് നമുക്ക് അധികാരം തരുന്നത്? ദൈവമാണ് നമുക്ക് അധികാരം നൽകുന്നത്. എന്നാൽ ഇന്ന് സഭകളിൽ അനേകയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവിടെ ദൈവികമായ അധികാരമല്ല, മാനുഷികമായ അധികാരമാണ് നടക്കുന്നത്. കാരണം മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതി അല്ലെങ്കിൽ ഒരു സംഘം, അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നിടത്ത് ഈ ദൈവികമായ അധികാരം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവികമായ പഴയ നിയമ ഭക്തന്മാർ, പല ദൈവദാസന്മാരും, നമ്മൾ അവരുടെ ബുക്കുകളെല്ലാം വായിക്കുമ്പോൾ അവർ ചില മിറാക്കിൾസ് എല്ലാം അവർ നടത്തിയത്, അവർ പറയുന്ന വാക്കുകളുടെ മേൽ അടങ്ങിയിരുന്ന ശക്തി, ദൈവത്തിൻ്റെ വല്ലമ, അതൊക്കെ അവർക്ക് അതിൻ്റെ വലിപ്പം അത് നമുക്ക് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരൊരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമായിരുന്നു, അതിന്മേൽ പവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അനേക സഭകളിലും ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് ഈ ദൈവികമായ അധികാരമല്ല, അവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന സമിതിയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ചിട്ട് മാനുഷികമായ അധികാരത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നൽകാതെ നമുക്ക് ഈ അധികാരം ലഭിക്കുകയില്ല. യേശു നമ്മുടെ മൂത്ത സഹോദരനാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പോൾ യേശുവിന് ദൈവം അധികാരം കൊടുത്തുവെങ്കിൽ നമുക്കും ദൈവം ഈ അധികാരം തരും. ഈ അധികാരം ദൈവം കൊടുക്കുന്നതാണ്. എന്നാൽ ഇന്ന് മാനുഷികമായ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഈ മഹത്വം വെളിപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് നാം ഇത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. യേശുവിന് കൊടുത്തതുപോലെ എല്ലാം ദൈവം നമുക്കും തരും. തൻ്റെ മൂത്ത മകന് കൊടുത്തതുപോലെ ഇളയ മക്കൾക്കും
കർത്താവ് നൽകും. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ എനിക്ക് 3 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മകന് കൊടുക്കുന്ന പോലെ ഞാൻ മറ്റുള്ള മക്കൾക്ക് കൊടുക്കും. അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് പരിമിതികളൊന്നും ഇല്ലാത്തവനാണ്. അവൻ സർവശക്തനായ, സർവ്വവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ ഒന്നിനും കുറവില്ലാത്തവനാണ്. അവൻ തൻ്റെ മൂത്ത സഹോദരനായ യേശുവിന് കൊടുത്തതുപോലെ തന്നെ എനിക്കും തരുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. അവൻ പരിമിതികളില്ലാത്തവനാണ്. ആ യേശു നമുക്ക് അധികാരം തരികയും നമുക്ക് യേശുവിന് കൊടുത്ത അധികാരം പോലെ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കും. യേശു ഉപയോഗിച്ച അധികാരം ഒരിക്കലും മാനുഷികമായിരുന്നില്ല, അത് ദൈവികമായിരുന്നു. ഇന്ന് അനേക സഭകളിൽ നടക്കുന്നത് മാനുഷികമായ അധികാരമാണ് എന്ന് നമുക്ക് സംശയലേശം പറയുവാനായിട്ട് സാധിക്കും. പലയിടത്തും നടക്കുന്നത് മനുഷ്യനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ചിട്ട്, മനുഷ്യൻ കൊടുത്ത അധികാരമായതുകൊണ്ട് അവൻ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ചിട്ട് ശുശ്രൂഷകന്മാർ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ശുശ്രൂഷക്കാരൻ എപ്പോഴും തൻ്റെ മനസ്സിൽ തന്നെ അവർ തിരിച്ചെടുക്കുമോ, തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ള ഭയത്തോടു കൂടി മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം കൊടുക്കുന്ന അധികാരം മനുഷ്യനെ തിരിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവികമായ അധികാരമാണ്. അതുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. ദൈവം നൽകുന്ന അധികാരം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അത് ആർക്കും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. ദൈവിക അധികാരം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ രഹസ്യമായ ജീവിതത്തിലൂടെയാണ്. നാം പരസ്യമായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ 2 കണ്ണുകൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, കിടക്കുന്നത് എല്ലാം ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രഹസ്യമായ ജീവിതത്തിൽ നാം ദൈവഭയത്തോടെ ജീവിക്കുമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ അധികാരം നമുക്ക് നൽകും എന്നുള്ളത് യാതൊരുവിധ സംശയത്തിനും ആവശ്യമില്ല. വചനത്തിൽ ദൈവികമായ അധികാരം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം പറയുന്ന വചനത്തിന്മേൽ ദൈവികമായ അധികാരം ഉണ്ടായിരിക്കണം. ഇപ്പോൾ കാണുന്നതെല്ലാം ഒരു പാസ്റ്റർ മീശയെല്ലാം വടിച്ച് കളഞ്ഞ്, അതുപോലെ തന്നെ ജുബ പോലെയുള്ള ഷർട്ടെല്ലാം ഇട്ട്, ഒരു കറുത്ത ബാഗ് കക്ഷത്തിൽ വെച്ചിട്ട് നടന്ന് ഒരു പേരോടുകൂടി അവർ ജീവിക്കുകയാണ്. ആ പേരിനെ ആ പാസ്റ്റർ എന്നുള്ള വ്യക്തിയെ നമ്മൾ ബ്രദറാന്നൊന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ അവർക്ക് തോന്നുന്നത്, അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. എന്നാൽ ദൈവികമായ അധികാരം ലഭിച്ച ഒരുവനെ ചേട്ടാന്ന് വിളിച്ചാലും, പാസ്റ്ററെന്ന് വിളിച്ചാലും, ബ്രദറെന്ന് വിളിച്ചാലും അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ ഒരു മകനാണ്, ദൈവത്തിൻ്റെ ഒരു മകളാണ്. അവന് ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള പദവികളുടെ ഒന്നും ആവശ്യമില്ല. ഇന്ന് പലരും റവറൻറ്റ്, പാസ്റ്റർ അങ്ങനെ പോവുകയാണ്. ബൈബിൾ വചനങ്ങൾ നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടന്ന് നമുക്ക് ദൈവികമായ അധികാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മനുഷ്യരെ ആശ്രയിക്കേണ്ട ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ദൈവം എന്നോട് പറയാറുണ്ട്, നീ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയേ, നീ അവനിൽ ആശ്രയിക്കില്ലേ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എന്നോട് ചോദിക്കേ, നീ അവനിൽ ആശ്രയിക്കില്ലേ, ഞാൻ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അവൻ താഴെ വീണ് പോകും, നീ എന്തിനാ അവനെ ഭയപ്പെടുന്നത്? നിനക്കെതിരെ കൂട്ടം കൂടുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നീ എന്നെ ആശ്രയിക്കുക. ഞാൻ അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവികമായ അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ ഒരു പരമാർത്ഥമായ ഹൃദയത്തിലൂടെയും ഒരു ആത്മാവിലുള്ള ദാരിദ്ര്യവും നമുക്ക് അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അധികാരങ്ങൾ നൽകും. ഈ ശുശ്രൂഷയുടെ തുടർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നല്ലൊരു ദേവദാസനായിരുന്നു, എന്നാൽ എവിടെയൊക്കെയോ ചില വീഴ്ചകളൊക്കെ പറ്റി അദ്ദേഹം ആ ഒരു അധികാരം ഉപയോഗിക്കുന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹം വചനമൊക്കെ പ്രസംഗിക്കാം, പക്ഷേ ആ വചനത്തിൽ ഒരു ശക്തിയില്ലാത്ത, ജീവനില്ലാത്ത, ചൈതന്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ. പക്ഷേ ഞാനൊരു ആളുടെ അടുത്ത് സുവിശേഷം പറയുവാനായിട്ട്, ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ, യോഗ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് പോയി. ഒരു ബൈക്കിലാണ് പോയത്. ബൈക്ക് ഓടിക്കുന്നത് ഞാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വനം പ്രദേശം കടന്നിട്ട് ഞങ്ങൾക്ക് പോകണം. അതായത് ഒരു റോഡ് കഴിഞ്ഞിട്ട് കുറച്ചിട ഒരു 100-200 മീറ്റർ വനത്തിലൂടെ കടന്നിട്ട് വേണം അടുത്ത റോഡിലേക്ക് കടന്നു പോകാൻ. അവിടെയാണ് എന്നെ വിളിച്ചിരിക്കുന്ന ആളുടെ വീട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6 മണി കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിയോട് കൂടി ഞാനും ഈ ദേവദാസനും കൂടി ആ വീട്ടിലേക്ക് ചെന്നു. ഈ വനം മുറിച്ച് കിടന്ന് അങ്ങോട്ട് പോയി. നമുക്ക് ഈ 2 റോഡ് അപ്പുറം ഇപ്പുറം നിന്ന് കാണാനായിട്ട് പറ്റും. ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പറയുള്ള വീടുകളിലെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞെടുക്കുന്നുണ്ട്. റോഡിൻ്റെ അപ്പുറമുള്ള വീടുകളിലും വനത്തിൻ്റെ അപ്പുറമുള്ള റോഡിലെ വീടുകളിലും ലൈറ്റുകൾ തെളിഞ്ഞെടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 100-200 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ ഈ വനത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. ആ വനം ഇങ്ങനെ ചെറുതായിട്ട് വന്നു പോകുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ അവിടെ പോയി സംസാരിച്ചിരുന്നു. കുറച്ച് സമയം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു മനുഷ്യൻ്റെ തലയിൽ ഇദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ തലയിൽ കൈവച്ചെല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് സംസാരം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അടുത്ത 200 മീറ്റർ ഈ വനത്തിലൂടെ ക്രോസ് ചെയ്ത് മറുഭാഗത്ത് എത്തണം. അങ്ങനെ ഈ വനത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് ഒരു 10 മീറ്റർ അങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി അങ്ങ് സ്ലിപ്പായി അങ്ങ് മറിഞ്ഞു പോയി. അതെങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയില്ല. ഒരു ചെളിയിലൂടെ അങ്ങ് പോയി.
ചെളിയിലൂടെ അങ്ങ് പോയി അങ്ങ് സ്ലിപ്പായി അങ്ങ് മറിഞ്ഞു വീണു. ഈ മൺകാടിൻ്റെ ഉള്ളിലെല്ലാം ധാരാളം ചെളി അങ്ങ് നിറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ലൈറ്റ് കിട്ടിയിട്ടില്ല. അതിനാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കമ്പൊടിച്ച് ചെളിയെല്ലാം കുത്തിക്കളഞ്ഞ് വീണ്ടും ആ ദേവദാസനെ എനിക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുറന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ മറുവശം കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയുള്ള വിളക്കുകളൊന്നും ലൈറ്റുകളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾക്ക് വരേണ്ട റോഡിൻ്റെ ഭാഗത്തുള്ള വിളക്കുകളും കാണാനായിട്ട് പറ്റുന്നില്ല, വെളിച്ചവും കാണാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ ഫുൾ ഇരുട്ടിലായി. ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ എല്ലാം കംപ്ലീറ്റ് ഇരുട്ടായി. ശരി, മുൻപിൽ കണ്ട വഴിയിലൂടെ മുന്നോട്ട് പോയി. ആ വഴി മുന്നോട്ട് ചെന്ന് അവസാനിച്ചത് ഒരു വലിയ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടിൻ്റെ അടുത്തേക്കാണ്. പിന്നീട് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, തിരിച്ചു പോകുന്നു. അടുത്ത വഴിയിലേക്ക് പോയി. അതും ചെന്ന് അവസാനിക്കുന്ന മറ്റൊരു ചെറിയ കുറ്റിക്കാടുകളിലേക്കാണ്. അവിടുന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെ ഈ വനത്തിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങി. ഒരു 100-200 മീറ്റർ മാത്രം ഉണ്ടായിരുന്ന വഴി ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ ഞങ്ങൾ വനത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഉൾപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടായി. ഞാൻ അവിടെ നിന്നുകൊണ്ട് വളരെ ഉറക്കെ വിളിച്ചു, ആരെങ്കിലും സമീപത്തുണ്ടോ, ഞങ്ങൾക്കൊന്ന് വെളിച്ചം കാണിച്ചു തരുമോ? കാരണം ഈ കാട്ടിലകപ്പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുണ്ടാവും, അവിടെ പുലിയും ഇതൊക്കെ ഇറങ്ങുന്ന ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് വരുമെന്നെല്ലാം പറഞ്ഞ് ഉറക്കെ നിലവിളിക്കാനായിട്ട് തുടങ്ങി. നിലവിളിക്കുകയല്ല, ഉറക്കെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ ദൈവദാസൻ കിടന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഇദ്ദേഹം പ്രഷറും ഇതൊക്കെയുള്ള ഷുഗറൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം പ്രായം ചെന്ന ഒരാളാണ്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, ഭയപ്പെടലേ എന്നല്ല ഞാൻ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫായിട്ടില്ല, ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടതാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കാട്ടിലെ ആപത്തെന്നുള്ള വചനം എൻ്റെ ഉള്ളിൽ തന്നത്. അപ്പോൾ കാട്ടിൽ ആപത്തുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അപ്പോൾ ഈ കാട്ടിലെ ആപത്തെന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ വന്ന വഴി ഞാൻ പറഞ്ഞു, കെട്ടിപ്പോയി സഹോദര, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു പറഞ്ഞ് ഞാൻ ഭയങ്കര ശബ്ദത്തിൽ ഒരു മിനിറ്റ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഇരുട്ട്, ഞങ്ങളെ കവർ ചെയ്തിരുന്ന ആ ഭയങ്കരമായ ഇരുട്ടങ്ങ് മാറിപ്പോയി. ആ ഇരുട്ടങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറം ലൈറ്റുകൾ കാണാം. 2 സൈഡിലെ ലൈറ്റുകൾ ഞങ്ങൾ കണ്ടു. അതുവരെയും എന്തോ ഒരു ഭയാനകമായ ഇരുട്ട് ഞങ്ങളെ മൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ വചനത്തിൻ്റെ ശക്തി അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ അധികാരത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടങ്ങ് മാറിപ്പോയി. ഞങ്ങൾ ഉടനെ 2 നിമിഷങ്ങൾക്കുള്ളിൽ വെളിയിൽ വരികയും ഞങ്ങൾ യാത്ര തുറന്ന് വീട്ടിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ സഭയിൽ വന്നിട്ട് ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുവാൻ കൊണ്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു കർത്താവിന് കൊടുത്തതുപോലുള്ള അധികാരം ദൈവം നമുക്ക് നൽകും. അത് മാനുഷികമായ അധികാരമല്ല, ദൈവികമായ അധികാരമാണ്. ഇത് നാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതാണ്. ഇത് മനുഷ്യനാൽ ലഭിക്കുന്ന ഒന്നല്ല, ദൈവിക അധികാരം ദൈവമാണ് നമുക്ക് നൽകുന്നത്. അത് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല. എന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശു കർത്താവിന് കൊടുത്ത ശുശ്രൂഷകളുടെ ആ കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകും. അതിൽ കൂടുതൽ നൽകാമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെ വെളിപ്പെടുത്തുവാൻ തക്കോണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. അങ്ങനെ കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ. എല്ലാ മഹത്വം യേശുവിനോടുന്നു, യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.